ഓൺ ടാക്സ് ആണ് നോക്കുന്നത്. ഇപ്പം ഒരു അസസിക്ക് ഈ വർഷം റിസീവ് ചെയ്യുന്ന ഇൻകത്തിൽ പ്രീവിയസ് ഇയറിലെ എന്തെങ്കിലും തരത്തിലുള്ള അരിയറുകളോ കാര്യങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് റിലീഫിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അണ്ടർ സെക്ഷൻ 89 സബ്സെക്ഷൻ 1 ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർക്ക് എന്ത് ചെയ്യാം, റിലീഫിന് വേണ്ടി ക്ലെയിം ചെയ്യാം. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള അരിയർ സാലറിയോ അഡ്വാൻസ് സാലറിയോ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, അരിയർ ഓഫ് ഫാമിലി പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് ക്ലെയിമിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അത് എങ്ങനെയാണ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം അരിയർ അടക്കം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അരിയർ ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് ഇത് രണ്ടിൻ്റെയും ടാക്സ്, അരിയർ ഉൾപ്പെടെയുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക, അരിയർ ഇല്ലാതെയും കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻകം ഓഫ് ദ അരിയർ റിലേറ്റഡ് പ്രീവിയസ് ഇയറിലെ അരിയർ ഉൾപ്പെടെയുള്ള ഇൻകം എത്രയാണെന്നും അരിയർ ഇല്ലാതെയുള്ള ഇൻകം എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഈ അഞ്ചാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറൻസ് എമൗണ്ടും 10ാമത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറൻസ് എമൗണ്ടും അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, റിലീഫായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൽ എ അസസിയാണ്. അസസിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് റിലീഫ് കിട്ടുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇൻകം 2023-24 ടോട്ടൽ ഇൻകവും 2022-23 ടോട്ടൽ ഇൻകവും തന്നിട്ടുണ്ട്. 7,04,10,000. അപ്പം ഈ മുൻപ് പറഞ്ഞിരിക്കുന്ന 7 ലക്ഷത്തിൽ അരിയർ ഉൾപ്പെടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The above set income of rupees 7 lakh include arrear of salary for the assessment year 2022-23. അതായത് 1 ലക്ഷം രൂപ അരിയർ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം, റിലീഫ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ 2022-23 അരിയർ ഉൾപ്പെടെയുള്ള എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 7 ലക്ഷം. പിന്നെ അരിയർ ഇല്ലാതെയുള്ള ടോട്ടൽ ഇൻകം 6 ലക്ഷം, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 54,600 നമുക്കതിൻ്റെ ടാക്സ് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇൻകം, അരിയർ ഉൾപ്പെടെയുള്ള ടോട്ടൽ ഇൻകം, അതായത് 7 ലക്ഷത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ആദ്യത്തെ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആദ്യത്തെ 2 ലക്ഷത്തിന് ടാക്സ് ലൈബിലിറ്റി ഇല്ല. പിന്നെ വരുന്ന 2,50,000-ന് 5% വെച്ചിട്ട്, ബാലൻസ് വരുന്നതിന് 20% വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2,50,000-ന് ഇല്ല. നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് 5% വെച്ച് 12,500 വരുന്നു. നമുക്ക് ടോട്ടൽ 7 ലക്ഷമാണുള്ളത്. അപ്പോൾ 5 ലക്ഷം പോയി. ഇനി ബാലൻസ് എമൗണ്ട് ഉള്ളത് 2 ലാക്കാണ്. ആ 2 ലാക്കിന് 20% വെച്ചിട്ട് 40,000 ആണ് നമുക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 52,500 രൂപയാണ് ടാക്സ് ലൈബിലിറ്റി. അപ്പോൾ ഇതിൽ നമുക്കറിയാം എഡ്യൂക്കേഷണൽ സെസ് 4% കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം 52,500-ൻ്റെ 4% 2,100 രൂപയും കൂടെ വരുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് 54,600 രൂപ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 6 ലക്ഷം രൂപയുടെ ടാക്സ് ലൈബിലിറ്റി ആണ്. അതായത് അരിയർ ഉൾപ്പെടാത്ത എമൗണ്ടിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിലും നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 2.5 ലക്ഷത്തിന് 5% വെച്ച് 12,500. ബാലൻസ് 1 ലക്ഷം രൂപയാണുള്ളത്. 6 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം പോയാൽ പിന്നെ 1 ലക്ഷം. അതിൻ്റെ 20% എന്ന് പറയുന്നത് 2,000 രൂപ വരും. ടോട്ടൽ ചെയ്യുമ്പോൾ 32,500 വരും. അതിലും സെസ്സായിട്ട് 4% വരുന്നുണ്ട്. 32,500-ൻ്റെ 4% 1,300. അപ്പോൾ നമുക്ക് 33,800 ടാക്സ് ലൈബിലിറ്റി വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് എമൗണ്ടിൻ്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 54,600-ൽ നിന്നും 33,800 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എമൗണ്ട് 20,800 രൂപയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ 2022-23 അസസ്മെൻറ്റ് ഇയറിലെ കാര്യങ്ങളാണ് ചെയ്തത്. ഇനി വേണ്ടത് നമുക്ക് 21-22 അസസ്മെൻറ്റ് ഇയറിലെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 5,10,000 രൂപയാണ് അരിയർ ഉൾപ്പെടെയുള്ള എമൗണ്ട്. അതിൻ്റെ ടാക്സ് ലൈബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അരിയർ ഇല്ലാതെയുള്ള എമൗണ്ട് 4,10,000. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5,10,000-ൻ്റെ ആദ്യത്തെ 2,50,000-ന് ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 2,50,000-ന് 12,500 വരും. നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് നമുക്കുള്ളത് 10,000 രൂപയാണ്. 10,000 രൂപയ്ക്ക് 20% വെച്ചിട്ട് 2,000 രൂപ വരും. അപ്പോൾ ടോട്ടൽ 14,500 കിട്ടും. അതിന് 4% എഡ്യൂക്കേഷണൽ സെസ് വരുമ്പോൾ 580 രൂപ. ടോട്ടൽ 15,080 രൂപയാണ് നമുക്ക് 5,10,000-ൻ്റെ ടാക്സ് ലൈബിലിറ്റി വരുന്നത്. പിന്നെ ഉള്ളത് 4,10,000 അടുത്ത എമൗണ്ട്, അരിയർ ഇല്ലാതെയുള്ള എമൗണ്ട്. അതിൻ്റെ ടാക്സ് ലൈബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 ലക്ഷം വരെയുള്ള എമൗണ്ടിന്, 5 ലക്ഷത്തിൽ കുറവാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,500 രൂപ വരെ നമുക്ക്
അവിടുന്ന് കുറവ് കിട്ടും, ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ടാക്സ് വരുന്നില്ല. ഇനി ഡിഫറൻസ് ഇൻ ടാക്സ് നോക്കുകയാണെങ്കിൽ ടാക്സ് 6-ാമത്തെ 8-ാമത്തെയും 9-ാമത്തെയും നോക്കുന്ന സമയത്ത് അവിടെ 15,080 രൂപ തന്നെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എത്ര രൂപ നമുക്ക് ഇതിനകത്ത് റിലീഫ് കിട്ടും? നേരത്തെ പറഞ്ഞിരുന്നു, 5-ാമത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതായത് 2022-23 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറൻസ് എമൗണ്ടും 2021-22 നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് റിലീഫായിട്ട് കിട്ടുന്നത്. 800-ൽ നിന്ന് 15,080 രൂപ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5,720 ആണ്. ഇതിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ടാക്സ് നമ്മൾ ഈ വർഷത്തെ കറണ്ട് അസസ്മെൻറ്റ് ഇയറിൽ വരുന്ന നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 54,600 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ അരിയറൊക്കെ ഉള്ളത് കൊണ്ട് റിലീഫ് കിട്ടുന്നതാണ് 5,720 രൂപ. അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ഈ ഇൻഡിവിജ്വൽ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 48,880 റുപ്പീസാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്.